എന്ത് സാധനം ഈ വീട്ടിൽ വെച്ചാൽ കാണൂലല്ലോ. എങ്ങനെ ഒരു തള്ളയുണ്ട് മോളും ഉണ്ട്. അവർക്ക് എന്താണെന്നോ അല്ലെങ്കിൽ ആ സാധനം എന്താ അതിൻ്റെ വില എന്താണെന്നോ ഒരു വക അറിയില്ല. ഞാൻ ആരോടാണിത് പറയുന്നത്? നിന്റെ അപ്പൂപ്പൻ്റെ ബോംബ്. തക്കളി കളിക്കരുത്. ഞാനൊരു പേന ഇവിടെ കൊണ്ടുവച്ചിരുന്നത്. നിനക്കാണെങ്കിൽ കണ്ണി കാണണം എല്ലാ പേന എടുത്ത് എഴുതാം. നിന്റെ 2 രൂപയുടെ പേനയല്ലേ അത്? അത് എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന പേനയാണ്. എനിക്ക് വിലയുണ്ട്. നിങ്ങൾ എന്തൊക്കെ അലക്കണ എന്താ? ഞാനൊരു പേന ഇവിടെ വെച്ചിരുന്നു. ഏത് പേന? എന്റെ പാർട്ടി പ്രസിഡന്റ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന പേന. പിന്നെ 2 രൂപയുടെ പേന? 2 രൂപയുടെ പേന അല്ലേ? അത് പാർക്കറിന്റെ പേനയാണ്. പാർക്കർ അതിന് പുറത്താണ്. ഇവിടെ ആർക്കാ എന്തിനാ പേന? അതാണ് ഞാൻ ചോദിച്ചത്. നിനക്കൊന്നും ബോധമല്ലല്ലോ പേന അത് എന്താണെന്ന് വല്ല അറിയാമോ? എല്ലാം 2 രൂപയുടെ പേന. ആദ്യം വെച്ച സ്ഥലത്ത് നോക്കാം, അപ്പൊ കിട്ടും. ഞാൻ വെച്ച സ്ഥലത്ത് നോക്കി, അവിടെ ഇല്ല. എന്നാ പേനക്ക് കൈയും കാലും ഉണ്ടാവും, നടന്നു പോയിട്ട്. കളിക്കരുത്. ഞങ്ങൾ എന്തിനാ പേന എടുക്കണ? ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ? ഞാൻ പറഞ്ഞില്ലേ നിനക്ക് വല്ല ബോധമുണ്ടോ? നീ കാണുന്ന എല്ലാം 2 രൂപയുടെ പേന തന്നെ വിചാരിക്കുന്നത്. അതിന്റെ വില എത്രയാണെന്ന് അറിയാമോ? ഇത് വലിയ പാടായിട്ടുണ്ട്. രാത്രിയാകുമ്പോ തുടങ്ങും മനുഷ്യന്. ഇതെന്താ നടി? എന്താ സാധനം അത്? നശിപ്പിക്കല്ലേ? അതിനൊക്കെ കളിക്കാനുള്ള സാധനമല്ല. ഇതോ? ഇത് പല്ലിയന്ത്രം. ഇത് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചത്. അതിനകത്ത് എന്താ പറ്റിയ? സായിപ്പല്ല, കളിക്കല്ലേ തക്കളി മോളെ. കാശ് കൊടുത്ത് മേടിച്ചതാ. ക്ലീറ്റ, നമ്മൾ ഈ പല്ലീനെ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ പല്ലിയില്ലേ, പല്ലിയുടെ കാഷ്ടം കൊണ്ട് നമുക്ക് എന്താണ് ക്യാൻസർ ഉണ്ടാവും. അതിനകത്ത് ഒരു സാധനമുണ്ട്, ക്യാൻസർ ഉണ്ടാവും. അപ്പൊ പല്ലിനെ നമ്മൾ കൊല്ലാൻ പാടില്ല. കൊന്ന ഭയങ്കര ദോഷങ്ങളാ. അപ്പോ അതിന് വേണ്ടിയിട്ട് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കിയെടുത്ത സാധനമാണിത്. ജന്തു ഇപ്പൊ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ ഇവിടെ കേരളത്തിൽ വന്നിട്ട്. അല്ല, നമുക്ക് അറിയാൻ പാടില്ലല്ലോ അങ്ങനെയാണ് ക്യാൻസർ ഒക്കെ ഉണ്ടാവണേന്നുള്ളത്. അതിനകത്ത് എന്താണ്ട് എന്തോ പൊട്ടാസ്യോ അങ്ങനെ എന്തുകൊണ്ട് സാധനം ഉണ്ട്. ആരെങ്കിലും എന്തേലും പൊട്ടത്തരം കൊണ്ടുവന്ന് അതങ്ങ് പറഞ്ഞ അപ്പൊ അങ്ങ് വിശ്വസിച്ചു. പൊട്ടത്തരമൊന്നും അല്ല. അമേരിക്കക്കാര് ചുമ്മാ ഓരോന്ന് പറയോ? ആര് കൊണ്ടുവന്ന അമേരിക്കക്കാരനാണോ? കൊണ്ടുവന്ന് ഇവിടുത്തെ ഒരാളാണ്. പക്ഷെ ഈ സാധനം ഇങ്ങനെ കുത്തി കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ കറണ്ടിൽ കുത്തണം. കുത്തി കഴിയുമ്പോഴത്തേനും ഇതിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും. ആ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷെ പല്ലിക്ക് കേൾക്കാൻ പറ്റും. പല്ലിക്ക് കേൾക്കാം അല്ലേ? അപ്പൊ പല്ലി ഇവിടുന്ന് പോയിക്കളെ. ശബ്ദം കേട്ടിട്ട് പല്ലി വന്ന് പറയും എനിക്ക് ചെവി കേൾക്കാം, ചെവി പൊട്ടണേ. എന്റെ കർത്താവേ, ഇങ്ങനെയും പൊട്ടകൾ ഈ എന്തോ ക്ലീറ്റ് 110 രൂപയുള്ളത് അങ്ങനെ നഷ്ടം വരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. 110 150 രൂപ പറഞ്ഞു. 10 രൂപ ഐസ്ക്രീമിന്റെ ഡപ്പ. ഇത് അതിന്റെ അടപ്പ്. പിന്നെ 2 രൂപയുടെ LED. ഇത് ഒരു പ്ലഗ്. ഇതിന് 15 രൂപ. എല്ലാം കൂടെ 20 രൂപ അല്ലെങ്കിൽ 25 രൂപ. അത് 110 രൂപ എടുത്ത് വാങ്ങിച്ചേക്കണം അല്ലേ? കഷ്ടം തന്നെടി, കഷ്ടം. പക്ഷെ അത് ഇതെല്ലാം കൂടി വെച്ച ശബ്ദം കേൾക്കണ്ടേ? അപ്പൊ ശബ്ദം കേൾക്കും. പിന്നെ ഭയങ്കര ശബ്ദമായിരിക്കും. പല്ലികളൊക്കെ ഇങ്ങനെ ഓടി അങ്ങ് രക്ഷപ്പെടും. എന്ത് ബോധമില്ലാത്ത. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി മേടിച്ചൊരു 6 എണ്ണം മേടിച്ചത് അവര്. അവർക്ക് ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഫാഷൻ ആയിരിക്കും. ഇതൊക്കെ അലങ്കാരമായിരിക്കും. ഇങ്ങനെ എവിടെയൊക്കെ തൂക്കിയിടാൻ. ഞാൻ കുത്തി മര്യാദക്ക് ഇരിക്കുക. ഇപ്പൊ അത് കുത്തണ്ട, നമുക്ക് ദീപാവലി വരുമ്പോ കുത്താടി. അപ്പോഴാകുമ്പോ വെടിയും പുകയൊക്കെ ഇട്ടെ നല്ല രസമായിരിക്കും. വേണ്ടാട്ടാ, ഇത് സംഭവിക്കാതിരിക്കാനാണ് ഞാൻ കാണിച്ചു തന്നത്. അതാണ് നീ കൂടുതൽ കറണ്ട് അടിച്ചിട്ട് എനിക്ക് എടുത്തോണ്ട് പോകാൻ പറ്റും. 10 രൂപയുടെ സാധനമല്ല, 110 രൂപയുടെ സാധനം അത്. ഒരാണുങ്ങള് രാവിലെ കഷ്ടപ്പെട്ട് അളിയാ, നമ്മുടെ ആണുങ്ങള് കഷ്ടപ്പെട്ട് രാവിലെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കുടുംബം പോറ്റാനായിട്ട് പോയി അത് ഇതൊക്കെ പോയി അവിടെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വല്ല ചില്ലറ കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുമ്പോ പെണ്ണുങ്ങൾ അത് എടുത്ത് അങ്ങ് ദൂർത്തടിക്കാണ്. കണ്ടില്ലേ? 110 രൂപ എടുത്തൊരു സാധനം മേടിച്ച് വെച്ചിരിക്കണ അവള്. പല്ലിയെ പിടിക്കാനുള്ള യന്ത്രം. അളിയാ, ഈ സാധനം ഇങ്ങനെ പ്ലഗിൽ കുത്തണം. ഇത് കുത്തി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു സൗണ്ട് വരും. ആ സൗണ്ട് ഒരു എന്തോ അതെനിക്ക് പറഞ്ഞൂടാ, അത് നമുക്കാർക്കും കേൾക്കാൻ പറ്റില്ല. ഇല്ല അളിയാ, അളിയാ അവള് പറഞ്ഞതല്ലോ ഈ ശബ്ദം ഇത് നമുക്ക് കേൾക്കാൻ പറ്റില്ല, പല്ലിക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ ഈ ശബ്ദം. ഓ, എന്ത് കണ്ടുപിടുത്താണെന്ന് നോക്കണേ. എന്നിട്ട് 110 രൂപ എടുത്ത് അങ്ങനെയൊന്നും അല്ല. ആ പറഞ്ഞ ശബ്ദം കേൾക്കൂതിന്ന് അപ്പോഴത്തേനും പല്ലി ഇറങ്ങി ഓടും. പല്ലിനെ കൊന്നുവിടാന്നാണ് ഞാൻ പറയണത്. നിന്റെ വീട്ടിൽ വരും.
ഇവിടെ പറ്റിച്ചതല്ല കനക. നിന്റെ ബുദ്ധി ആരല്ല പ്രയോഗിച്ചത്? പറ, ഇത് എങ്ങനെ നിന്നിലേക്ക് എത്തി? എങ്ങനെ ഇത്? ഇവിടെ ഒരു ചേട്ടൻ വന്നായിരുന്നു, അമേരിക്കയില് ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടാക്കിയ. പുള്ളി അമേരിക്കയിൽ നിന്നാണ്? ഈ ഹവീൽദാർക്ക് നീ ഒരു മോനല്ലേ ആണായിട്ടുള്ളൂ, ചേട്ടനെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി ഹവീൽദാർ വേറെ എത്രയും ഇത് തോന്നിട്ട് ഇത് വാങ്ങാനേ. എന്റെ പൊന്നു വെച്ചാൽ നീ ഒരു കാര്യം ദയവ് ചെയ്ത്, ഇതുപോലെ പല ആൾക്കാരും പലതും കുറഞ്ഞു കൊണ്ടുവരും. ഇതൊന്നും നമ്മൾ മേടിക്കരുത്. ഇതൊക്കെ വെച്ചോണ്ടെ പൊട്ടിയൊക്കെ പോയി പറഞ്ഞ പൊട്ടിപ്പോയാൽ എന്ത് നമ്മള്? പൊട്ടി തെറിക്കും. ഐസ്ക്രീമിന്റെ LED ബൾബ്. ഓരോരുത്തന്മാര് വയറ്റിപ്പഴപ്പിന് വേണ്ടി ഓരോന്ന് കൊണ്ട് നടക്കും. ഇത് നമ്മൾ മേടിക്കരുത്. ഇതിങ്ങനെ കൊണ്ട് നടക്കണമാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. നമ്മളെ വയറ്റി പഴക്കേണ്ടതാണ് അമ്മ കൊണ്ട് പോണത്. പിന്നെ ഞാൻ 100 രൂപ ചോട് തരൂല. ഇങ്ങനെയൊക്കെ അങ്ങ് കളയും പൈസ. ഇതിപ്പോ എത്ര രൂപയായി? 110. എത്രയായി? എടാ 150 രൂപ ചോദിച്ചു, 110 കൊടുത്തുള്ളൂ. എന്താണ് ഈ പറഞ്ഞത്? 40 രൂപ ലാഭമായില്ലേ? അല്ല 110 അല്ലേ സത്യത്തിൽ 150. മക്കളെ കുത്തിക്കളയും ചെയ്യരുത് കേട്ടാ. ഇതൊക്കെ ഒന്നാമത് ഈ വഴി കിടക്കുന്ന സാധനങ്ങൾ ഇപ്പൊ പാവകൾ കണ്ടില്ല. ഓരോ സ്ഥലത്തുനിന്ന് ആൾക്കാർ ഈ ആശുപത്രിയിലെ വേസ്റ്റുകളൊക്കെ കൊണ്ടിട്ടാണ് പാവ ഉണ്ടാക്കുന്നത്. അത് മേടിച്ച് കൊച്ചുങ്ങളെ കൊടുക്കുമ്പോൾ കൊച്ചുങ്ങളടുത്ത് വെക്കുമ്പോൾ അസുഖങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ വഴി കിടക്കുന്ന ഒരു സാധനം മേടിക്കരുത്. അതുപോലെ ഇത് കൊണ്ടുവരുന്നതൊക്കെ പറ്റിപ്പാണ്. ദയവേത് ഇതൊന്നും മേടിക്കരുത്. മര്യാദ കൊണ്ടിരുന്നോളാം. ചൈനക്കാരന്റെ ബുദ്ധിയാണ്. കൈയോട് മക്കളെ, അതല്ലെന്ന് ഈ വഴി കിടക്കുന്ന സാധനം എടുക്കരുത്. ഞാൻ പറഞ്ഞു, ബൊമ്മയൊക്കെ എങ്ങനെയാണ് വിൽക്കുന്ന ആൾക്കാര്? ഇതൊക്കെ ആരോട് പറയാം? ഇത് കണ്ടല്ലേ ഇത് വളരണത്. ശ്വാസകോശത്തിന് ക്യാൻസർ വരുമ്പോ നിങ്ങളൊക്കെ പഠിക്കും. പള്ളിക്കാഷ്ടത്തിൽ നിന്ന് ക്യാൻസർ വരും അത്രേ. ഓരോരോ കുരുക്കി ചെന്ന് ചാടാൻ വേണ്ടിട്ട്. എന്തു പറ്റി ചേട്ടാ? എന്തു പറ്റി? പൊട്ടിയ ഏതോ ഒരുത്തം പറ്റിച്ചിട്ട് പോയാളാ. എന്താ? തങ്കത്തിനെ ഏതോ ഒരുത്തം എന്തോ സാധനം കൊണ്ട് കൊടുത്ത് അത് മേടിച്ചു വെച്ചോണ്ടിരിക്കുന്നു. അവിടെ ക്ലീറ്റോടെ ചാടിക്കൊണ്ടിരിക്കുന്നു. എന്ത് സാധനം? ഈ പഞ്ചായത്തിലുള്ള പല്ലികളെ മുഴുവൻ പിടിക്കാനുള്ളൊരു യന്ത്രം. അതങ്ങോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഒരു ലൈറ്റ് കത്തുന്നു. ആ ലൈറ്റ് കത്തുമ്പോഴത്തേക്ക് ഈ ഏരിയയിലുള്ള പല്ലികളെല്ലാം അതിനകത്തൊന്നിരിക്കും. ഇവിടെ എലിവിഷൻ നിന്നാണ് ഇപ്പോൾ എലി ജീവിക്കുന്നത്. പാറ്റാക്കുള്ളിൽ നിന്നേ പാറ്റ ജീവിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പല്ലിയെ കൊല്ലാനുള്ള യന്ത്രം കൊണ്ട് വെച്ചോണ്ടിരിക്കുക. അല്ല, അത് വർക്ക് ചെയ്യുന്നില്ല എന്നിട്ട്? എവിടെ അത് വർക്ക് ചെയ്യുമോ? അവൻ അവിടെ കൊണ്ട് കണക്ട് ചെയ്യാൻ പോയപ്പോൾ ഇങ്ങോട്ട് ബഹളം വെച്ചിട്ടാണ്. പക്ഷെ അത് തന്നെ പൊട്ടിപ്പോകുന്നത്. കൊള്ളൂരത്. ഇനി ഇത്ര സാധനം ഉണ്ടെങ്കിൽ അത് കടയിൽ പോയി മേടിക്കണം. നീ ഇവിടെ ഇല്ലായിരുന്നോ വന്നപ്പോ? ഞാനുണ്ടായിരുന്നു ഇവിടെ. ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കൂടെ? അവളാണെങ്കിൽ എന്ത് കണ്ടാലും എടുത്ത് ചാടാൻ നിൽക്കും. അവൻ്റെ കൂടെ താമസമാണ്. ഇത് നേരത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു. ചുമ്മാ നമ്മള് എന്തെങ്കിലുമൊക്കെ ഇത് കൊണ്ട് ആളുകൾ കൊണ്ടുവന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വേണ്ടാന്ന് പറഞ്ഞാൽ വിടണം. ഞാൻ വരെ നീ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയതായിരുന്നു. നമുക്കാണെങ്കിൽ ബോധമില്ല. ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. ഇല്ലാത്ത പൈസ കൊടുത്തിട്ട് മേടിച്ചിട്ട് നീ നേടും. ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ വഴക്ക് പറയുമോ? സാരി ഒന്നും വേണ്ട. ഐസ്ക്രീം അതൊന്നും അല്ല. പിന്നെന്താ കാര്യം? നീ